1988 ബ്രസീലിൽ 44 വയസ്സുള്ള യുവാവ് ഒരു ഫാം ഉടമയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. തന്റെ യൗവനത്തിന്റെ പകുതിയോളം കാലം എഴുത്തോ വായനയോ അറിയാത്ത വ്യക്തിയായിരുന്നു അയാൾ. പക്ഷേ കാലം അയാളുടെ തുടർന്നുള്ള ജീവിതത്തിൽ ചില മാജിക്കുകൾ കാത്തുവച്ചിരുന്നു. ബ്രസീൽ സർക്കാർ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഇന്ന് ഈ സ്ഥാപനത്തിന്റെ പേര് തുടങ്ങുന്നത് ചിക്കോ മെൻഡസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നാണ്. ചിക്കോ മെൻഡസ്, അതായിരുന്നു കൊല ചെയ്യപ്പെട്ട ആ യുവാവിന്റെ പേര്. 1944 ജനിച്ച ചിക്കോ വെറുമൊരു റബ്ബർ വെട്ടുകാരനായാണ് ജീവിതം തുടങ്ങിയത്. തന്റെ കൃഷിഭൂമിയിലെ റബ്ബർ മരങ്ങൾക്കപ്പുറം മറ്റൊരു ചിന്തയും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ കൃഷിയെക്കുറിച്ചും കൃഷിഭൂമിയെക്കുറിച്ചും അദ്ദേഹത്തിൽ ആഴത്തിലുള്ള അറിവുകൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ ട്രേഡ് യൂണിയൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു അവസരം അദ്ദേഹത്തിന് വന്നു ചേർന്നു. അങ്ങനെ അയാൾ പുറം ലോകവുമായി ബന്ധപ്പെട്ടു. പതിയെ ചിക്കോയുടെ ജീവിതം മറ്റൊന്നായി മാറുകയായിരുന്നു. പരിസ്ഥിതിയെക്കുറിച്ച് പ്രായോഗിക അറിവും സംഘടനാ പാടവവും കൈമുതലായപ്പോൾ ചിക്കോ ആമസോണിന്റെ പ്രിയപുത്രനായി മാറി. ആമസോൺ മഴക്കാടുകളെ സംരക്ഷിക്കാനായി തീവ്ര പോരാട്ടത്തിലായി ചിക്കോ മെൻഡസ്. ചിക്കോ പിന്നീട് അറിയപ്പെട്ടതും ഇപ്പോൾ അറിയപ്പെടുന്നതും ആമസോൺ മഴക്കാടുകളുടെ സംരക്ഷകൻ എന്ന പേരിൽ തന്നെയാണ്. പ്രകൃതിക്ക് വേണ്ടി പോരാടി രക്തസാക്ഷിയാവുകയായിരുന്നു ചിക്കോ മെൻഡസ്. ചിക്കോയെ ഈ രംഗത്തേക്ക് എത്തിച്ചത് സാമ്പ്രദായിക വിദ്യാഭ്യാസമായിരുന്നില്ല, മറിച്ച് പ്രകൃതിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും അദ്ദേഹം നേരിട്ട് നേടിയ അറിവുകളായിരുന്നു. ഓർക്കുക, വിവേകവും വിദ്യാഭ്യാസവും രണ്ടാണ്. വിവേകത്തോടെ നമുക്ക് മുന്നേറാം. ശുഭദിനം.